നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ കിസൈസിലുള്ള ടോപ്പ് ടേസ്റ്റി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണുള്ളത്. ദുബൈയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് ടോപ്പ് ടേസ്റ്റി. കാരണം അവിടുത്തെ ആഹാരം എപ്പോഴും അഫോർഡബിൾ ആണ്. കുറഞ്ഞ പ്രൈസിൽ സ്വാദിഷ്ടമായ ആഹാരങ്ങൾ കൊടുക്കുന്ന ദുബൈയിലെ ഏറ്റവും ഫേമസ് ആയ പ്രശസ്തമായ റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് ടോപ്പ് ടേസ്റ്റി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് നെയ്പത്തലും പോത്തുമാണ്. ബീഫ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ഹൃദയ വികാരം തന്നെയാണ്. ബീഫില്ലാതെ എന്ത് ആഘോഷം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ഈ ടോപ്പ് ടേസ്റ്റിയിൽ നല്ല ഒരു കസ്റ്റമർ എന്ന് നമ്മുടെ മാനേജ്മെൻറ്റ് പരിചയപ്പെടുത്ത ഒരാൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം ടോപ്പ് ആൻഡ് ടേസ്റ്റിലെ ഫുഡുകളെ പറ്റി ഒന്ന് വിവരിക്കും. എന്താണ് പേര്? നാട്ടിൽ മംഗലാപുരമാണ്, മാംഗ്ലൂരാണ്. മലയാളം, പുള്ളിയുടെ മലയാളം വ്യത്യസ്തമാണ് എങ്കിലും അദ്ദേഹം സംസാരിക്കും. എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഫുഡ്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്? ഫുഡ് ഉണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രൈഡ് ഒരു ബൽക്കീസ് ബിരിയാണി പറഞ്ഞ ഒരു ഫുഡ്. ബൽക്കീസ് ബിരിയാണി അത് ഫേമസ് ആണ്, റെയർ ആണ്, മറ്റു സ്ഥലങ്ങളിലൊന്നും കിട്ടാത്ത സാധനമാണ്. ഇവിടെ മാത്രമേ കിട്ടുന്നു. പിന്നെ ഒരു കുസി പൊറോട്ട, കിഴി പൊറോട്ട ഏതൊരു സാധനം മറ്റു സാധനമുണ്ട്. അത് അടിപൊളി ടേസ്റ്റാണ് ഇവിടെ. പിന്നെ കുറച്ച് എരിച്ച കൂടുതലായാലും കഴിക്കാൻ നല്ല സുഖമാണ്. ബൽക്കീസും പിന്നെ കിഴി പൊറോട്ട, പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ച ചിക്കൻ കാന്താരി അതൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് വിഭവങ്ങൾ. ഇപ്പോഴും ഞാൻ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് നെയ്പത്തലും പോത്തുമാണ്. നമുക്ക് നെയ്പത്തലും പോത്തും ഒന്ന് രുചിച്ച് നോക്കാം. ടോപ്പ് ടേസ്റ്റിയുടെ നെയ്പത്തലിലും പോത്ത് കറിയിലോട്ടും ഹാർദമായ സ്വാഗതം. നമുക്ക് രുചിയിലോട്ട് കടന്നില്ല. ഇപ്പോൾ നമ്മുടെ നെയ്പത്തൽ എത്തിയിട്ടുണ്ട്. നെയ്പത്തലും ബീഫ് കറി എത്തിയിട്ടുണ്ട്. നെയ്പത്തൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കൻ തിരുവിതാംകൂർക്കാർക്കൊന്നും അത്ര പരിചയമല്ലാത്ത വിഭവമാണ്. നമുക്ക് തെക്കന്മാർക്കൊന്നും അത്ര പരിചിതമല്ലാത്ത വിഭവമാണിത്. ഇതിലിങ്ങനെ ബീഫിൽ നമുക്കിങ്ങനെ കുതിർത്ത് കഴിക്കാം. ബീഫിൻ്റെ ഒരു തനതായ ടേസ്റ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ യഥാർത്ഥ പോത്തിന്, നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോത്തിൻ്റെ അതേ രുചി വരുന്നുണ്ട്. മസാലകളൊന്നും അധികമില്ലാതെ പോത്തിൻ്റെ രുചി, യഥാർത്ഥ പോത്ത് കറിയുടെ രുചി അത് വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ചായ എത്തിയിട്ടുണ്ട്. ചായയും ഈ പോത്ത് കറിയും ഈ അരിപ്പത്തലുമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ചൂട് ചായ, അരിപ്പത്തൽ, പിന്നെ സൂപ്പർ ബീഫ് കറി. ഇങ്ങനെ കുതിർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. വളരെ സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ദയവായി ട്രൈ ചെയ്ത് നോക്കാം. വളരെ മനോഹരമായിട്ട്, വളരെ നല്ലതുപോലെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഈ അരിപ്പത്തലും ബീഫ് കറിയും. നമ്മുടെ ഷെഫ്, നമ്മുടെ അരിപ്പത്തലിൻ്റെയും പോത്തുകറിയുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന് പറയുന്ന ഈ ടോപ്പ് ടേസ്റ്റി റെസ്റ്റോറൻറ്റിനെ ഇങ്ങനെ ജനസമ്മതിയിലോട്ട് പിടിച്ചു നിർത്തുന്ന നമ്മുടെ കുക്ക്, മെയിൻ കുക്ക്. അതിൻ്റെ പേര് നാട്ടിലെവിടെയാണ്? എറണാകുളം.
അപ്പോൾ ഇതെങ്ങനെ ഹോട്ടൽ മാനേജ് പഠിച്ചിട്ടാണോ? അതെ, പഠിച്ചതാണ്. പഠിച്ചത് എവിടെ ചെയ്ത്? ഞാൻ കൺസൾട്ടൻ്റ് എറണാകുളം. അപ്പോൾ വളരെ നല്ല ഫുഡാണ് കേട്ടോ. വളരെ നല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഇവിടെ വന്നത്. വളരെ നല്ല ഫുഡാണ്. താങ്ക് യു. ഞങ്ങൾ വീണ്ടും വരും. ആയിക്കോട്ടെ, താങ്ക് യു.